ഓം ശാന്തി. ബാഹ്യമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ വേർപെടുത്തി ശരീരത്തെ വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്നു. സങ്കല്പം ചെയ്യുന്നു, ഞാൻ ആത്മാവാണ്. സ്വയം തന്നെ കാണുന്നു. ഭ്രുകുടി മധ്യത്തിൽ വിരാജമാനായി പ്രകാശിക്കുന്ന രത്നമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. അജർ അമർ അവിനാശിയാണ്. ഞാൻ നിർഭയനാണ്, കല്യാണകാരിയാണ്. സംഗമയുഗത്തിൽ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ലഭിച്ചു. ഇതിന്റെ ആധാരത്തിൽ ഞാൻ മാസ്റ്റർ നോളജ്ഫുള്ളായി. ഞാൻ ജ്ഞാനി ആത്മാവാണ്. സ്വയം ഭഗവാൻ എനിക്ക് സ്വയം തന്റെ പരിചയം തന്നു. ഞാൻ എൻ്റെ സങ്കല്പങ്ങളുടെ രചയിതാവാണ്. ഏതോ പരിതസ്ഥിതിയിലും ഞാൻ സന്തോഷത്തിലിരിക്കുന്നു. ഈ ജ്ഞാനം എന്നെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കിയിരിക്കുന്നു. ഞാൻ ഭഗവാനിൽ നിന്നും ജ്ഞാനത്തിൻ്റെയും ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പത്തെടുക്കുന്നു. ഈ സമ്പത്ത് എങ്ങനെ എപ്പോൾ പ്രയോഗിക്കണം, ഇത് അവര് തന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ ഗുണദാനം ചെയ്യുന്ന ജ്ഞാനിത്വ ആത്മാവാണ്. ഏതു പരിതസ്ഥിതിയിലും എനിക്ക് ശക്തിയെ ആഹ്വാനം ചെയ്യാൻ കഴിയുന്നു. ഓരോ പരിതസ്ഥിതിയിലും വിജയിയാകാൻ കഴിയുന്നു. ഞാൻ വളരെ ശക്തിശാലിയാകുന്നു. എനിക്ക് ജ്ഞാനമുണ്ട്. അതിനാൽ ഏതു പരിതസ്ഥിതിയിലും ചതിക്കപ്പെടുന്നില്ല. ഞാൻ ജ്ഞാനിത്വ ആത്മാവാണ്. ഭഗവാൻ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകി. ഡ്രാമയുടെ ഗുഹ്യമായ രഹസ്യത്തെ മനസ്സിലാക്കി തന്നു. ഇതിന്റെ ആധാരത്തിൽ ഞാൻ ആത്മാ വിജയിയാകുന്നു. എനിക്കറിയാം, ഡ്രാമ കല്യാണക്കാരിയാണ്. ഡ്രാമയിൽ ഓരോ ആത്മാവിനും തൻ്റെതായ പാർട്ടുണ്ട്. ഓരോ ആത്മാവിനും തൻ്റെതായ സംസ്കാരമാണ്. ഓരോരുത്തരുടെയും പാർട്ട് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒറിജിനൽ ദേവി സംസ്കാരം ഇമോർജ് ചെയ്യുന്നു. ആ സംസ്കാരത്തിന്റെ ആധാരത്തിൽ ഓരോ ആത്മാവിനോടും വ്യവഹാരം ചെയ്യുന്നു. ഞാൻ ജ്ഞാനിത്വ ആത്മാവാണ്. അതിനാൽ ആരുടെയും സംസ്കാരത്തിന്റെ പ്രഭാവം എന്നിലുണ്ടാകുന്നില്ല. ഞാൻ മായയുടെയും നോളജ്ഫുള്ളാണ്. ഓരോ അവസരത്തിലും മായയിൽ നിന്നും വിജയിക്കുന്നു. ഞാൻ ജ്ഞാനിത്വ ആത്മാ മായാജീത്താകുന്നു. ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ്, ശിവബാബ എൻ്റെ മേലെ ജ്ഞാനത്തിൻ്റെ നീല നിറത്തിലുള്ള കിരണങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും വരുന്ന
ജ്ഞാനത്തിന്റെ കിരണങ്ങൾ എന്നിൽ സർവ ജ്ഞാനവും ഇമോർജ് ചെയ്യുന്നു. ഞാൻ ജ്ഞാനസാഗര ബാബയുടെ കുട്ടി, മാസ്റ്റർ ജ്ഞാനസാഗര ആത്മാവാണ്. ഈ സ്മൃതിയിൽ ഞാൻ അനേക പ്രകാരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും ചതിവിൽ നിന്നും രക്ഷപ്പെടുന്നു. ഞാൻ ജ്ഞാനിത്വ ആത്മാവാണ്. എൻ്റെ വിജയം നിശ്ചിതമാണ്. ഈ സ്മൃതിയിൽ ഞാൻ ഓരോ കാര്യവും ചെയ്യുന്നു. ഈ ജ്ഞാനം എന്നെ രക്ഷിക്കുന്നു. ഞാൻ ജ്ഞാനിത്വ ആത്മാവാണ്. ജ്ഞാനിത്വ ആത്മാക്കളെയാണ് ബാബയ്ക്ക് പ്രിയം. അതിനാൽ ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ സ്മൃതി ഉണർത്തുന്നു. ഞാൻ എൻ്റെ വീട് വിട്ടിട്ട് 5000 വർഷങ്ങളായി. 84 ജന്മങ്ങളെടുത്തു. ഇത് അന്തിമ ജന്മമാണ്. വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പിന്നീട് സുഖധാമത്തിൽ വരും. ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി മാറി ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. പതിത പാവനനായ ബാബ ശ്രേഷ്ഠ മതം നൽകുന്നു. ഓർമ്മയിലൂടെ ഞാൻ തമോ പ്രധാനത്തിൽ നിന്നും പാവന സതോ പ്രധാനമായി മാറും. ഓർമ്മയാകുന്ന യോഗാഗ്നിയിലൂടെ പാപങ്ങൾ നശിക്കുന്നു. ഞാൻ ഗൃഹസ്ഥ വ്യവഹാരത്തിലാണെങ്കിലും ഈ അന്തിമ ജന്മം പവിത്രമായിരിക്കുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. പിന്നീട് തിരിച്ചു പോകും. ഇപ്പോൾ ദുഃഖധാമമാണ്. പിന്നീട് ശാന്തിധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് വരും. ബാബ സുഖധാമത്തിന്റെ അധികാരിയാക്കുന്നതിന്റെ, മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. യോഗാഗ്നിയിലൂടെ വികർമ്മങ്ങളുടെ കറയെ ഭസ്മമാക്കി പവിത്രമായി മാറുന്നു. തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടി സമ്പൂർണ്ണ പവിത്രമായി മാറണം. ഈ മംഗളകാര്യയുഗത്തിൽ ബാബയ്ക്ക് സമാനം ദുഃഖഹർത്താവും സുഖകർത്താവുമായി മാറണം. ബാബ വരദാനം തന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ സ്വരൂപമാകുന്നു. സദാ കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ പ്രയാസമേറിയ കാര്യത്തെ സഹജമാക്കുന്ന ഡബിൾ ലൈറ്റ് ആകുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും വലിയ കാര്യം മുന്നിൽ വന്നാൽ ഭാരം ബാബയ്ക്ക് മേൽ വെച്ച് സ്വയം ഡബിൾ ലൈറ്റായി മാറുന്നു. അപ്പോൾ മാലാഖയെ പോലെ രാവും പകലും സന്തോഷത്തിൽ മനസ്സാ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു കാരണത്തെയും നിവാരണം ചെയ്ത് സന്തുഷ്ടമായിരിക്കുകയും സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നവരാണ് സന്തുഷ്ടമണി. ബാബയുടെ അവ്യക്ത സൂചനയാണ്. ഓരോ ചുവടിലും ശ്രീമതമനുസരിച്ച് നിശ്ചിന്തരായിരിക്കുമ്പോൾ യഥാർത്ഥ നിർണയം നൽകുന്നു. നിർണയം യഥാർത്ഥമാകുമ്പോൾ വിജയിയാകും. ത്രികാലദർശി ആത്മാവ് നിശ്ചിന്തമായിരിക്കും.
സദാ നിശ്ചയമുണ്ട്, വിജയം നടന്നതു തന്നെയാണ്. ഓം ശാന്തി.